ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. തക്കാളി കൊണ്ട് നല്ലൊരു അച്ചാറാണ് ഞാനിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ തക്കാളി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക. ഒരുപാടൊക്കെ ചെറുതാക്കണ്ട, ഈ ഒരു വലുപ്പത്തിന് മുറിച്ചാൽ മതി. മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഞെട്ട് ഭാഗം, അത് നന്നായിട്ടൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ആ ഭാഗം നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം. ഞാൻ പുതിയ ലൈറ്ററാണ് കേട്ടോ, നമ്മുടെ സി ടൈപ്പ് ചാർജിങ് ലൈറ്ററാണ്. കണ്ടോ, നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഇത് എടുക്കുവാണെങ്കിൽ നമ്മളൊരിക്കലും ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ലപ്പോൾ പെട്ടെന്ന് ബാറ്ററി നശിച്ചു പോകും. കണ്ടോ, ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോവാം. അപ്പോൾ അത് ഇങ്ങനെയാണ് ഓണാക്കുക. കണ്ടോ, അപ്പോൾ ഇതിന് ചാർജ് ഉണ്ട്, 4 ലൈറ്റും കത്തുന്നുണ്ട്. ചാർജ് കുറയുന്നതിനനുസരിച്ചിട്ട് ഓരോന്നായിട്ട് ഓഫ് ആവും. ഇങ്ങനെയാണിത് ഓണാക്കുക. കണ്ടോ, ഇത് നല്ലൊരു ചാർജറാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. എത്ര 260 259 ആ ഒരു റേഞ്ചാണ്. നമുക്ക് പുറത്ത് കരിയിലൊക്കെ തീ കൂട്ടിയിട്ട് കത്തിക്കാനും പറ്റും. പേപ്പറിലോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നമുക്ക് തീപ്പെട്ടി വേണ്ട, അത് വെച്ച് തന്നെ കത്തിക്കാൻ പറ്റും. നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ, വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കരുത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. അതൊന്ന് വെന്തൊന്ന് ഉടഞ്ഞ് വരണം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഏകദേശം ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി, നമ്മുടെ വാളൻ പുളി ചേർത്ത് കൊടുക്കാം. അത് പിഴിയുന്നൊന്നുമില്ല, അതുപോലെ തന്നെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കിടന്ന് അതിൻ്റെ ചാറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, പുളിയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പുളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിലേക്ക് നമുക്കിത് ഒരു ചെറിയ കഷ്ണം, ഒരു കുഞ്ഞു പീസ് കായം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, ഒരു കുഞ്ഞു പീസ് കായം കൂടെ ചേർത്തിട്ടുണ്ട്. പുളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കും, അതിനകത്തേക്ക് ഒന്ന് പിടിക്കണം. അത് നമ്മളിതിൻ്റെ അകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഒരു തുള്ളി വെള്ളം പോലും നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് സമയമായി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വറ്റട്ടെ, ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കേൾക്കണ്ടോ, ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനകത്തിരുന്ന് അതൊന്ന് തണുക്കട്ടെ. നമ്മളത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി അച്ചാറാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം ഉപയോഗിക്കും, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്തെടുത്താൽ സാധാരണ നമ്മളൊരു തക്കാളി കറി വെക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ അച്ചാറാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ നല്ലെണ്ണയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പാൻ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നാൽ നമുക്കൊരു 7 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് നമുക്കൊരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അച്ചാറിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കര ആയാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഒരല്പം മതിയാവും, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്, കണ്ടോ, ഒരടപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അത് ഓപ്ഷണലാണ്. ഒരല്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാറല്ലേ, ഒരുപാട് അങ്ങ് ലൂസൊന്നും ആവണ്ട, നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയാൽ മതി. നന്നായിട്ട് എണ്ണയൊക്കെ തെളിയുന്ന ഒരു പരുവം വരെ ആക്കിയെടുത്താൽ മതിയാവും. ഒരല്പമെങ്കിലും വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ അച്ചാറിൻ്റേതായിട്ടൊരു കറക്റ്റ് സ്മെല്ല് നമുക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു അച്ചാറാണ്, കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ മാത്രമല്ല, വേറെ എന്തിൻ്റെ കൂടെ വേണം, ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ്. എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കണം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.